കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട ഭരണം ഇത്തവണ വൻ വിജയത്തോടെ കൈപ്പിടിയിൽ. പ്രചാരണ സമയത്ത് തിരിച്ചറിയാതിരുന്ന ഇടത് തരംഗം വോട്ടെണ്ണിയപ്പോൾ പ്രകടം. ഇടത് കോട്ടകളിൽ മാത്രമല്ല UDF ശക്തി കേന്ദ്രങ്ങളിലും അത് പ്രതിഫലിച്ചു. കൊല്ലത്തെ 11-11 ഇടതുമുന്നണി സ്വന്തമാക്കി. ഇവിടെ മുന്നണി വിട്ടുപോയ RSPയെ നിലം പരിശാക്കി അസംബ്ലിയിൽ അവരുടെ പ്രാതിനിധ്യം അവസാനിപ്പിച്ചത് മധുര പ്രതികാരമായി. തൃശൂരിലെ 13-ൽ നഷ്ടമായത് ഒരെണ്ണം മാത്രം. തിരുവനന്തപുരത്ത് 14-ൽ 9, പത്തനംതിട്ടയിൽ 5-ൽ 4, ആലപ്പുഴയിൽ 9-ൽ 8, പാലക്കാടിൽ 12-ൽ 9 സീറ്റുകളും ഇടതുമുന്നണിക്കൊപ്പം നിന്നു. കണ്ണൂരിൽ 8ഉം കോഴിക്കോട് 9 സീറ്റുകൾ നേടിയ LDF വയനാട്ടിലും വ്യക്തമായ മേൽക്കൈ നേടി. ലീഗ് ശക്തി കേന്ദ്രങ്ങളായ കൊടുവള്ളി, താനൂർ, തിരുവമ്പാടി സീറ്റുകളും കോൺഗ്രസ് ശക്തി കേന്ദ്രമായ നിലമ്പൂരും പിടിച്ചെടുത്തത് ഇടതിന്റെ ശ്രദ്ധേയമായ വിജയങ്ങളാണ്. ഇടുക്കിയിൽ സീറ്റെണ്ണം വർദ്ധിപ്പിച്ചു. ചുരുക്കം ചില മണ്ഡലങ്ങളിലൊഴികെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇടതു സ്ഥാനാർത്ഥികൾ വിജയിച്ചതെന്നതും ശ്രദ്ധേയം. ഇത്തരമൊരു ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമായി രൂപപ്പെട്ടത് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ച രാഷ്ട്രീയ നയത്തിന്റെ വിജയമാണ്. UDF ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടും അഴിമതിക്കെതിരായിട്ടും വർഗീയതക്കെതിരായിട്ടും ജനങ്ങളുടെ ഭാഗത്തുണ്ടായ ശക്തമായ പ്രതികരണമാണ്. UDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് അവകാശവാദങ്ങൾ അഴിമതി ആരോപണങ്ങൾ കൊണ്ട് തകർക്കാനായതാണ് LDFന് തുണയായത്. അതോടൊപ്പം BJP ഭീഷണി ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ മതേതര വോട്ടുകൾ സമാഹരിച്ചതും ഇടത് വിജയത്തിൽ നിർണായകമായി. ഇടതുമുന്നണിക്ക് ഏറെ ആഹ്ലാദിക്കാനും അഭിമാനിക്കാനും വക നൽകുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ തിളക്കമാർന്ന വിജയം. സംസ്ഥാനത്തൊട്ടാകെ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരത്തിന് ചിറകിലേറിയാണ് ഇടതുമുന്നണി ഈ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയത്. ക്യാമറ പേഴ്സൺ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.